ബോബി സഞ്ജയ് മാജിക് ഫ്രെയിംസ് എന്ന സിനിമാ കമ്പനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന പേരിട്ടത് ബോബി സഞ്ജയ് ആണ്. എൻ്റെ ഫസ്റ്റ് പടമായ ട്രാഫിക് മുതൽ അങ്ങോട്ട് 3-4 സിനിമകൾ ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ ലാസ്റ്റ് വന്ന് ബേബികളിൽ എത്തി നിൽക്കുമ്പോൾ അരുൺ വർമ്മയായിട്ട് അത് കൊളാബ് ചെയ്യാനായിട്ട് പറ്റിയത് ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ തോന്നുന്നു. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഒരു ടേസ്റ്റിനൂടെ പറ്റിയൊരു സിനിമയാണ് ബേബികൾ. പല സിനിമകളും പലതരമാണെങ്കിൽ കൂടി ബേബികൾ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് അതൊരു കമ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും ഇന്നാണത് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾക്കത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം കൂടെയാണ്. അപ്പം അതൊക്കെയാണ് ഈ ബേബികളിൻ്റെ ഒരു പ്രത്യേകതയും ബലവും. അപ്പം 23-ാം തീയതി ഇനി അത് പ്രേക്ഷകരൂടെ തന്നാൽ ഞാനും കുറച്ച് സാമ്പത്തികമായിട്ട് ടൈറ്റായിട്ടിരിക്കുകയാണ്. അപ്പം അതൊന്ന് രക്ഷപ്പെടാനൂടെ ഉള്ളൊരു മാർഗമാവും. അപ്പം ഞാനതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രാർത്ഥനയൊക്കെയാണ്. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അത് എന്താ പറയുക, അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങിയപ്പോഴാണ്. പക്ഷെ സർവമായി ഇറങ്ങിയപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ആൾക്കാരത് ഓൺലൈനിൽ എഴുതുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതൊരു ഇമോഷണലി ഭയങ്കര ഇതായിപ്പോയി, ഒരു ഇൻസിഡൻ്റ് ആയിപ്പോയി. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് നല്ല കഥ വരണം, നല്ല സ്ക്രിപ്റ്റും നല്ല ടീമെല്ലാം വരണം. അങ്ങനെ സംഭവിക്കട്ടെ. അല്ല, അങ്ങനെ വിജയം പരാജയം നമുക്ക് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ എത്ര അടിപൊളി ടീമാണെങ്കിലും ആ സിനിമ തിയേറ്ററിൽ വേണമെങ്കിൽ പരാജയപ്പെടാമല്ലോ. അത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന കാര്യമാണ്. നമുക്ക് കണക്ട് ആവുന്ന സിനിമകൾ ചെയ്യുക. അതൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഫ്രണ്ടിൽ വെച്ചിട്ട്, എൻ്റർടൈൻമെൻറ്റ് മാറ്റർ ഫ്രണ്ടിൽ വെച്ചിട്ട് സിനിമകൾ ചെയ്യാന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതിനെയാണ് എനിക്കും പറയാനുള്ളത്. ഈ വരുന്ന 23rd മൂവി റിലീസാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം, അത്രയും നല്ലൊരു പ്രൊഫൈലുള്ള, അത്രയും നല്ലൊരു ടീം ആൻഡ് ക്രൂ, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിൽ വർക്ക് ചെയ്തതിൽ. എല്ലാവരും പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇതൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ. കാരണം ഒരു 24 hours നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് എത്രയും ദിവസം ഷൂട്ട് ചെയ്ത് ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, എനിക്കും വളരെയധികം ക്യൂരിയസ് ആണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്, ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രണ്ടും ഒരേ പാത്തിൽ സഞ്ചരിക്കുന്ന സിനിമയാണ്. ട്രാഫിക് ആണെങ്കിലും ബേബികളാണെങ്കിലും. പക്ഷെ ട്രാഫിക് പോലത്തെ ഒരു സിനിമയല്ല ബേബികൾ. ട്രാഫിക് കുറച്ചും കൂടി ബിഗ് സ്കെയിൽ, വലിയ ഇൻറ്റൻസ്, അങ്ങനത്തെ വേറൊരു സിനിമയാണ്. ബേബികൾ സെയിം പാത്തിലാണ്, പക്ഷെ നമുക്ക് ട്രാഫിക്കായിട്ട് കമ്പയർ ചെയ്യേണ്ടതാണ്. ബേബികൾ എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് തന്നെ നിലനിർത്താം. പക്ഷെ ആ ഒരു മൂഡായിരിക്കും സിനിമ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഇത് ഇവരോട് പറഞ്ഞു മടുത്ത്. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചിലവ് എനിക്ക് കുറഞ്ഞിരിക്കും. ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഒരു 50 ദിവസം എടുക്കും. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം ഈ സാധനം. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. നമുക്കതൊന്ന് ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് ഒരു രക്ഷയില്ല. കാരണം സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് തുടങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ പ്ലാൻ എല്ലാം തെറ്റിപ്പോവാണ്. അപ്പോൾ ഇത് ഒരു 60 ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു 75 ദിവസം പോകും, അല്ലെങ്കിൽ 80 ദിവസം പോകും. അത് പല സിനിമകളിലും നടക്കാറുണ്ട്. പിന്നെ ഈ ചില ഐഡിയാസ് ഇപ്പോൾ സ്പോട്ടിലായിരിക്കും ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഷൂട്ടിംഗ് ഡേയ്സ് കൂടി പോകുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോഴാണല്ലോ ബഡ്ജറ്റും കൂടുന്നത്. അപ്പോൾ ഹൈ ബഡ്ജറ്റ് സിനിമ എന്ന് കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് ഒരു ധാരണ. പക്ഷെ നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് ലിസ്റ്റിനോട് ചോദിച്ച ചോദ്യത്തിന് 15 ദിവസം കൊണ്ടൊരു സിനിമ തീരുമാനിരുന്നല്ലോ, ഇപ്പോൾ എന്താണ് 50-60 എടുക്കുന്നതെന്ന് ചോദിച്ചല്ലോ ശശി സാറിനെ പോലുള്ളവരും. ഓക്കെ, എനിക്ക് തോന്നുന്നൊരു കാര്യം,
അന്ന് അതായത് 80കളിലാണ് താങ്കൾ പറയുന്ന ഈ സംഭവം അല്ലേ? 80കളിലൊക്കെ 15-20 ദിവസം കൊണ്ടായിരുന്നു സിനിമ തീർന്നിരുന്നത്. അന്ന് നമ്മളുടെ കോമ്പറ്റീഷൻ നമ്മളുടെ ലാംഗ്വേജ് സിനിമകളുമായിട്ട് തന്നെയായിരുന്നു. ഇത്രത്തോളം നമ്മൾ ഇന്റർനാഷണൽ സിനിമയിലൂടെ എക്സ്പോസ്ഡ് അല്ലായിരുന്നു. അന്നും ഇന്റർനാഷണൽ സിനിമ എടുത്തിരുന്നത് 100-200-150 ദിവസമാണ് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 15 ദിവസം എടുത്തിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കാരണം കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് വളരെ പ്രബുദ്ധരാകുകയും അവർ ഇന്റർനാഷണലി ഒരുപാട് എക്സ്പോസ്ഡ് ആകുകയും ചെയ്യുമ്പോൾ നമുക്ക് കമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ 100 ദിവസം 120 ദിവസം ഷൂട്ട് ചെയ്ത സിനിമകളുമായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പെർഫെക്ഷനും എക്സ്പെർട്ടീസും ഓഡിയൻസ് നമ്മുടെ സിനിമകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ പെർഫെക്ഷന് വേണ്ടി പഴയതിനേക്കാൾ കൂടുതൽ നമുക്കൊന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ പറയുന്ന ദിവസങ്ങൾ കൂടുന്നതും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നതും. പിന്നെ ഈ പേരിന്റെ കാര്യം പറഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് അറിയില്ല, അത് എന്താണ് അങ്ങനെ ഒരു കാര്യം എന്നുള്ളത് എനിക്ക് അറിയില്ല. ചോദിച്ചു. അപ്പോൾ അവര് അത് ഓൾറെഡി അവര് എനിക്ക് തോന്നുന്നു അവരായിട്ട് സംസാരിച്ച് അതെല്ലാം ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയായിരുന്നു. അല്ല ഇത് അതാണ് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വളർച്ച. കാര്യം മാജിക് ഫ്രെയിംസിലെ നമ്മുടെ സിനിമകളിലെല്ലാം നോക്കുന്ന ആളാണ് അഖില്, സന്തോഷ്, അങ്ങനെ ഇതുണ്ട്. അപ്പം ഈ ടാസ്ക് ആരെടുക്കും? അപ്പം അഖിലിനെ സംബന്ധിച്ച് അഖില് കുറച്ച് ജൂനിയറാണ്. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു ഇത്ര ദിവസമുള്ളൊരു കുട്ടി വരണം, അപ്പം അഭിനയിക്കണം, ഒപ്പം ഉണ്ടാവണം. അപ്പം ഇത് പുറത്തുനിന്ന് ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടുമെന്ന് ഡൗട്ട് ഉള്ളത് കൊണ്ടിട്ടും നമ്മുടെ ഒരു വിഷമം ഈ സ്ക്രിപ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അഖില് പറഞ്ഞു, സാറേ ശമ്പളം കൂട്ടി തന്നാൽ മതി, ഞാൻ ആ ടാസ്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അഖില് അപ്പോൾ ആ ടാസ്ക് ഏറ്റെടുക്കുകയും നിവിനോടും കൃത്യമായിട്ട് പറഞ്ഞു, കൊച്ച് ഇന്ന ദിവസത്ത് ഏകദേശം ഇതാവും, അപ്പോൾ നിവിനത് കറക്റ്റായിട്ട് ഡേറ്റ് തരണം, പണി തരരുത്, ഇതെല്ലാം. അല്ലെങ്കിൽ സാധാരണ രീതിയിലെ ഡേറ്റുകൾ ഇപ്പോൾ ഒക്കെ മാറിപ്പോവല്ലോ, പ്രീവിയസ് സിനിമകളുടെ എന്തെങ്കിലും ഡേറ്റ് ക്ലാഷ് കൊണ്ടിട്ടോ അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് അത്രയും അധ്വാനിക്കുന്ന വർഗത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ അഖിലിന്റെയും വൈഫിന്റെയും ഒക്കെ ഒരു എഫേർട്ട് മൂലമാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഈ കുട്ടീനെ കിട്ടുകയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഷൂട്ട് നടക്കുകയും ഇപ്പം ചെയ്തത്. ബാക്കി ഡയറക്ടർ അല്ല അതിപ്പോ നമ്മള് 4 ദിവസം പ്രായമുള്ള കുട്ടിയെ ഷൂട്ടിങ്ങിന് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ അത് അത്ര വലിയ കേസല്ല. ഡെയിലി നമ്മൾ ഷൂട്ട് പോകുന്നു, ഒരു ദിവസത്തിനൊക്കെ നമുക്കൊരു കുട്ടിയെ ഈസിയായി കിട്ടും. അപ്പൊ അങ്ങനെ ഈസിയായി ആലോചിച്ചതായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു 3 മാസമായിട്ട് നമുക്ക് കുട്ടിയെ കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് അഖിലിന്റെ മറ്റേ വൈഫ് പ്രസവിക്കുന്നതും. അപ്പൊ ഞങ്ങൾക്ക് അഖിലിനോട് ചോദിക്കണം എന്നുണ്ട്, പക്ഷെ എങ്ങനെ ചോദിക്കാന്ന് അറിയുന്നില്ല. അപ്പൊ അഖിലിന് ഭയങ്കര പ്രഷർ കൊടുത്തപ്പോൾ അവസാനം അഖിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങളൊന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, വീട്ടിൽ ചോദിക്കും, ഫാമിലിയോട് ചോദിക്കും, അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം 4 ദിവസം എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പോലും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് സമയത്ത് വളരെ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി വളരെ സ്പെഷ്യൽ കെയർ ആൻഡ് കൺസേൺ കൊടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ സേഫ്റ്റി നോക്കുന്നതും നമ്മൾ ട്രിവാൻഡ്രം ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ഭയങ്കര വെയിലുള്ള സമയമാണ്. അപ്പോൾ വളരെ മിനിമലായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുക. നമ്മൾ അഥവാ ഭയങ്കര സിൻസ് ഈ സിനിമ റോ ആയിട്ടൊരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുട്ടിക്ക് അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാകാതെ പറയുന്ന ഒരുപാട് സ്പേസുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വന്നു. സെറ്റ് ചെയ്ത് അതിനെ സാനിറ്റൈസ് ചെയ്ത് അങ്ങനെയായിരുന്നു കുട്ടി വെച്ച് ഷൂട്ട് ചെയ്തു. സോ അതിന് എല്ലാ പ്രിക്കോഷണറി മെഷേഴ്സും നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ബിഗ് താങ്ക്സ് ടു അഖിൽ ആൻഡ് ഹിസ് ഫാമിലി. കാരണം ഞാൻ പോലും ചിലപ്പോൾ എൻ്റെ സിനിമയ്ക്ക് എൻ്റെ കൊച്ചിനെ കൊടുക്കുന്നതല്ല. താങ്ക്സ് ടു ഹിം. അയാളുടെ പാഷനാണ്, അയാളുടെ ഫാമിലി അത് അംഗീകരിച്ചത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ സിനിമ ഇന്നില്ല, നോ ബേബികൾ. അവൻ അതിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സർവം വിജയം ആശംസകൾ. ബേബികൾ താങ്ക് യു. മിരിയിൽ വെച്ചാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടുമുട്ടിയത്. പട്ടം, പേട്ട, വെള്ളയമ്പലം, പേരുക്കട, ഈ എങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ എക്സ്പീരിയൻസ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്? ലൊക്കേഷൻ തിരുവനന്തപുരമല്ലായിരുന്നോ? തിരുവനന്തപുരം എക്സ്പീരിയൻസാ. തിരുവനന്തപുരം നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. മീലി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബേബികൾ 2ാമത് ഷൂട്ട് ചെയ്തു. അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ കാണാൻ സാധിച്ചു. ലിസ്റ്റിൻ ചേട്ടൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ചേട്ടൻ്റെ ഫസ്റ്റ് സിനിമയാണ് ട്രാഫിക്. അത് റിലീസാവുന്നത് 2011 ജനുവരിയിലാണ്. 15 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജനുവരിയിലാണ് ബേബികൾ വരുന്നത്. ഈ സിനിമ കുറച്ചും കൂടി ചേട്ടൻ വളരെ ഇമോഷണലായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്.
കാരണം ഇമോഷണലായിട്ട് വളരെ സിനിമനെ സമീപിക്കുന്ന ആളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ ചോദിച്ച് മേടിച്ച സിനിമയാണോ അതോ കോയിൻസിഡൻഷ്യലി ഇങ്ങനെ വന്നതാണോ? ഇതെല്ലാം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഞ്ജയ്, ഞാൻ എൻ്റെ ഓരോ സിനിമകളിലും ഉള്ള പേരാണ് ബോബി സഞ്ജയ്. കാരണം എനിക്കൊരു തുടക്കം തന്ന ഒരാൾ. കാര്യം ഞാൻ അദ്ദേഹം അല്ലെങ്കിൽ അവർ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണ് വന്നതെങ്കിൽ പോലും മിക്ക സിനിമകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ വേണം എന്ന് പറഞ്ഞതുകൊണ്ടിട്ടാണ് ഈ സിനിമ സംഭവിച്ചത്. സാധാരണ ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ടെക്നീഷ്യൻസ് എന്നെ എപ്പോഴും ചീത്ത പറയാറുണ്ട്, നീ കുറച്ചും കൂടി ക്യാമറ നോക്കി ചെയ്യും, നീ എഡിറ്റർ അല്ലേ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയിൽ നമുക്ക് അഭിനയം മാത്രം ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇപ്പോഴും വേറെ ബാക്കി ടെക്നിക്കാലിറ്റികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അതിലേക്കുള്ള എക്സ്പീരിയൻസോ കോൺഫിഡൻസോ എത്തിയിട്ടില്ല. പക്ഷെ ഈ സിനിമ അത് ബ്രേക്കായ ഒരു സിനിമയാണ്. കാരണം ഇത് കുറച്ചും കൂടി റോഡ് പരിപാടികളുണ്ടായിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ കാറ് ഹാൻഡിൽ ചെയ്യണം, കാറിൽ ക്യാമറ വെക്കാണ്. കുഞ്ഞ് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. അതിപ്പോൾ റോഡാണെങ്കിലും അല്ലെങ്കിലും കുഞ്ഞ് നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരുടെ പാരൻസ് ഒരു കുഞ്ഞ് ഏറ്റവും അവരുടെ ഒരു 10 മാസത്തെ കാത്തിരിപ്പാണ് അവരുടെ കൈകളിലേക്ക് എത്തിയിട്ട് ആ ട്രസ്റ്റാണ് അവർ നമ്മളുടെ കയ്യിലേക്ക് തരുന്നത്. അപ്പോൾ അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പ്രത്യേകിച്ചും കുട്ടികളൊന്നും എടുത്തൊട്ടും എനിക്കൊന്നും ശീലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിനെ അത്രയും നമ്മൾ പൊന്നിപ്പൊരുതിയാണ് കൊണ്ടുനടന്നിരുന്നത് എല്ലാ സമയത്തും, ടേക്ക് കെയർ ചെയ്ത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രഷറും ആ സമയത്ത് ഉണ്ടായിരുന്നു. പെർഫോം ചെയ്യുകയും ഇത് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഓൾസോ ബാക്കിയുള്ള എല്ലാം എനിക്ക് കുറച്ചും കൂടി, ഇപ്പോൾ കോമഡി ആണെങ്കിലും ഒക്കെ കുറച്ച് നമുക്ക് ചെയ്ത് എവിടേക്കോ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ക്യാരക്ടർ വൈസും വേറൊരു പരിപാടി ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൂടി പ്രശ്നമായിരുന്നു. ലിജോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എങ്ങനെ എന്തൊരു പ്രഷറിലാണ് ചെയ്യുന്നത്, അതൊക്കെ ഒരു ആക്ട്രസ് എന്ന ലെവലിൽ നമ്മൾ ചെയ്തു. പക്ഷേ ഇതിൽ ഒരു റിയൽ കുഞ്ഞിനെ അത്ര ഇത് ചെയ്യാൻ ചെറിയൊരു കാര്യമല്ല, ഒരു ചെറിയ പ്രോസസ്സുമല്ല. എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ്? സംഗീത് പറഞ്ഞ പോലെ തന്നെ ഞാനും അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപാട് ഇടപഴകുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത്രയും ചെറിയ കുഞ്ഞാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞിനെ അങ്ങനെ എടുത്ത് വലിയ ശീലമില്ല. പക്ഷേ ഈ സിനിമയിൽ കുറേ സീൻസിൽ ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞുണ്ടാകണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ പേടി ഉണ്ടായിരുന്നു. നമ്മൾ കാരണം ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാവരുത് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ടേക്കിന് നിൽക്കുന്നതിന് മുന്നേ കുഞ്ഞ് കരയാണെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മൾ ടേക്കിലേക്ക് പോകേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വലിയ കുഴപ്പങ്ങളില്ലാതെ ചെയ്യാൻ പറ്റി. ഞാൻ കുഞ്ഞിനെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പൈസയ്ക്ക് വേണ്ടി കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പണയം വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര, ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ സാറിനോട് കൂടിയിട്ട് തന്നെ 6-7 വർഷമായി. എന്നുവരെ പൈസയ്ക്ക് വേണ്ടി ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. സിനിമയെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഞാൻ കുഞ്ഞിനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ തന്നെ കൊടുത്തത്. സിനിമയെ ഞാൻ അതേപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നു. അപ്പം വൈഫ് തന്നെയാണ് എന്നെ അത് കാണിക്കുമ്പം ഞാനത് പണയം വെച്ചു, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ അഗാധമായ വിഷമമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക. ഇത് ലൈഫാണ്. താങ്ക് യു സോ മച്ച്.